ഹലോ സിനിമാ പ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ആർജെ മൈക്കാണ്. TV ഷോ ഹോസ്റ്റ് ആണെങ്കിലും ടോക്ക് ഷോ ഹോസ്റ്റ് ആണെങ്കിലും ഡിജിറ്റലിലെ ഹോസ്റ്റ് ആണെങ്കിലും എനിക്കിതെല്ലാം ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വർക്ക്സ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. ഡിജിറ്റലിൽ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിനപ്പുറത്തേക്ക് ഒന്നും ഓർത്തിരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പരിപാടി നിർത്തിയിട്ട് 1.5 കൊല്ലമായിട്ടും ആളുകൾ ഓർത്തിരിക്കുന്നു, ഒരു മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ വീണ്ടും ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒപ്പീനിയൻസ് ഇപ്പോഴും വരാറുണ്ട്. നിങ്ങൾ കിടിലമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ ഏത് കാലത്തും നിങ്ങൾ പോപ്പുലർ ആവുകയും, നിങ്ങൾ ആവറേജ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എല്ലാ കാലത്തും ആവറേജ് ആയിട്ട് പോവുകയും, നിങ്ങൾ ഒന്നും പെർഫോം ചെയ്തില്ലെങ്കിൽ ആ പരിപാടി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്യും എന്ന് പറയുന്ന ബേസിക് നയം ഈ ഇൻഡസ്ട്രിയിൽ കുറച്ചധികം ആപ്ലിക്കബിൾ ആണ്. തെറ്റായ ഒരു ധാരണ ആളുകൾക്കുണ്ട്, ഭയങ്കര നല്ല ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ആർജെ ആവാൻ പറ്റൂ. അങ്ങനെ ഒരിക്കലും ഇല്ല. ഈ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ശരിക്കും പറഞ്ഞാൽ അതൊരു രസമാണ്. ആങ്കർ എനിക്കതറിയാം, രസമുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു പ്രോസസ്സ് മിസ് ചെയ്യുന്നുണ്ടോ? ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ഹലോ സിനിമാ പ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് ആർജെ മൈക്കാണ്. മൈക്ക്, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. താങ്ക് യു. സോ മലയാളി ഓഡിയൻസിന് ഈ ആർജെ മൈക്ക് എന്ന പേരും ആർജെ മൈക്കിനെ ഫെമിലിയർ ആണ്. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് മൈക്കിനെ ഓഡിയൻസ് കാണുന്നുണ്ട്, പക്ഷെ ഈ ആർജെ കാണുന്നില്ല. ആർജെ ലൈഫിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? അറിയില്ല. ബേസിക്കലി ആർജെ ലൈഫിൽ എത്തുന്നതിന് മുമ്പേ തൊട്ടേ ഈ ഒരു മീഡിയയിലെ പരിപാടി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. അതായത് ചെയ്യാൻ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ഒരു കിക്കൊക്കെ തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റേഡിയോയിൽ നിന്നൊക്കെ മാറി നിന്ന് ഈ ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മേ ബി വീണ്ടും ആർജെ ചെയ്യാൻ തോന്നിയ, അല്ലെങ്കിൽ അതിനോടൊരു കിക്ക് തോന്നിയാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അല്ലാത്ത പക്ഷേ ഇപ്പം ഈ ഒരു പോകുന്ന പരിപാടിയൊക്കെ രസമുണ്ട്, ഒരു സന്തോഷമുള്ള പരിപാടിയാണ്, ഹാപ്പിനെസ് ഉണ്ട്. ഈ ആർജെ ലൈഫ്, അതായത് റേഡിയോ ലൈഫിൽ നിന്ന് പിന്നെ ഡിജിറ്റലിലേക്ക് വന്നല്ലോ, ആ ഒരു ചേഞ്ച് എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുന്നത്? ശരിക്കും ഈ ചേഞ്ച് നമ്മൾ ഭയങ്കരമായിട്ട് സെൻസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. റേഡിയോയിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ റേഡിയോയുടെ തോട്ട് ഡിജിറ്റലുമായിട്ട് കുറച്ച് എന്താ പറയുക ബാക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് തോട്ട്സ് ആണെങ്കിൽ പോലും ഡിജിറ്റൽ കംപ്ലീറ്റ്ലി വേറൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഡിജിറ്റലിൻ്റെ ഒരു ഇപ്പോൾ ഈ ഹുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഒരു കോണ്ടന്റ് കാണുന്ന ഡ്യൂറേഷൻ, അതായത് 1 മിനിറ്റ് ഡ്യൂറേഷനിലോട്ടും നമ്മുടെ ഫസ്റ്റ് സ്ക്രീനായിട്ട് നമ്മുടെ മൊബൈലായിട്ട് മാറുന്ന കാലമൊക്കെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ്റെ സമയത്ത് റേഡിയോയിലും ടി വിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ സെൻസ് ചെയ്യുകയും, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും സെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തോ പുതിയൊരു പരിപാടി വരുവാണ്, അല്ലെങ്കിൽ പുതിയൊരു പരിപാടിയിലോട്ട് നമ്മളും ട്രാൻസിഷൻ നടത്തുക, അല്ലെങ്കിൽ നമ്മളും അതിൻ്റെ പരിപാടിയൊക്കെ പഠിച്ച് അതിലേക്ക് മാറുക എന്നുള്ളതാണ് സർവൈവൽ. അപ്പം അങ്ങനെയാണ് ഡിജിറ്റലിലേക്ക് ഈ പരിപാടികളൊക്കെ തന്നെ പിടിച്ചു തുടങ്ങിയത്. എൻ്റെ അടുത്ത് പണ്ട് ആർജെ മൈക്കിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു ഗസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് ക്യാമറ ഉണ്ട് എന്നുള്ളത് മറന്നുപോയി അവരത്ര കംഫർട്ടബിൾ ആക്കി. ഇത് ആൾക്കാർക്ക് കൂടെ മനസ്സിലാവണം ഇത് എങ്ങനെയാണ് മൈക്ക് പറഞ്ഞത്. ഞങ്ങൾ കൊളീഗ്സ് ആയിരുന്നു നേരത്തെ. ഞാൻ ആ ഒരു സാധനം ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് എൻ്റെ ആങ്കറിങ് ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള, മൈക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് മൈക്കിൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴാണെങ്കിലും നമുക്കറിയാം. ഇപ്പം ഒരുപാട് പേരുടെ പേരെടുത്ത് തന്നെ പൃഥ്വിരാജ് ഉണ്ട്, അത് മൈക്കിനും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അതുപോലെ ഇപ്പം നസ്രിയ, ഐശ്വര്യലക്ഷ്മി, കുറേ പേരുണ്ട്, അങ്ങനെ ബേസിൽ ജോസഫ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം അതൊക്കെ ഇൻ്റർവ്യൂസ് നമുക്ക് വ്യൂസ് നോക്കിയാൽ അറിയാം. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസിനൊന്നും അങ്ങനെ മില്യൺ വ്യൂസൊക്കെ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. മൈക്കിൻ്റെ ഇൻ്റർവ്യൂസിൽ എല്ലാം ഈ 1 മില്യൺ 2 മില്യൺ 3 മില്യൺ വ്യൂസ് ആണ്. ഇതിൻ്റെ എല്ലാം ഇപ്പം ട്രോൾ രൂപത്തിലാണെങ്കിലും വരുന്നു, എല്ലാം ഉണ്ട്. ഈ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ശരിക്കും പറഞ്ഞാൽ അതൊരു രസമാണ്. ആങ്കർ എനിക്കതറിയാം, രസമുള്ള ഒരു പരിപാടിയാണ്. ആ ഒരു പ്രോസസ്സ് മിസ് ചെയ്യുന്നുണ്ടോ? ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ഈ മറ്റേ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ അതിലുള്ള കിക്കും ത്രില്ലും ഒക്കെ നമ്മൾ സെൻസ് ചെയ്യാതെ പോകുമല്ലോ. ആ ഒരു സ്റ്റേജിലായിരുന്നു ഞാനും. അപ്പോൾ അതുകൊണ്ട് അതിനെ നിന്ന് ബ്രേക്ക് എടുത്ത് വേറെ കുറേ പരിപാടികൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. അതെല്ലാം പുതിയതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 1.5 years ആയിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഫെമിലിയർ ആയപ്പോൾ ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് ഇൻ്റർവ്യൂ പരിപാടി. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും അതുണ്ട്. ഞാൻ നേരത്തെ ജ്യോതിഷിയോടാണെങ്കിലും നമ്മൾ ഈ ഗസ്റ്റ് ഈ ക്യാമറ ഉണ്ട് എന്ന് പറയുന്നൊരു കാര്യം കോൺഷ്യസ് ആവരുന്നൊരു അങ്ങനെ ഒരു കാര്യം പറയാൻ കാര്യം, ഇതൊരു രസമുള്ള മൈൻഡ് ഗെയിം പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷൻ്റെ ഫീല് ലിറ്ററലി 2 പേർക്കും ഉണ്ടായെങ്കിൽ മാത്രമാണ് ഈ ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ 2 പേര് ഈ ക്യാമറയുടെ പിറകിൽ ഇരുന്നിട്ട് അത് റോൾ ചെയ്യുന്നുണ്ട്, അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ചെയ്യപ്പെടുന്നുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മറന്നുപോകാൻ കാരണമാവുന്നത് ആ കോൺവെർസേഷണൽ ഫ്ലോ ഭയങ്കര നാച്ചുറലും ഓർഗാനിക്കും രസമുള്ളതൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ആ ഫ്ലോ അല്ലെങ്കിൽ ആ പ്രോസസ്സ് ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ.
പിന്നെ നസ്രിയയുടെ ഒരു റീസെന്റ് ഇന്റർവ്യൂസിലൊക്കെ സോറി ടു കട്ട് യു, അതുകൊണ്ടാണ് മറ്റേ ഇന്റർവ്യൂ കുറിച്ച് താൻ വിളിച്ചപ്പോൾ ഡബിൾ ഓക്കെ ഇപ്പൊ തന്നെ പിടിച്ചേക്കാന്ന് പറഞ്ഞു. ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ കുറെ നാളായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അവർ ഇരുന്ന് സംസാരിച്ചിട്ടും ഞാൻ എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ടൊക്കെ കുറെ നാളായി. അപ്പൊ അത് കാരണം ഭയങ്കര ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാനുള്ള സന്തോഷം കൊണ്ടാണ് ഇങ്ങോട്ടും പോകുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞ് ക്യാമറയുടെ ഫ്രണ്ട് ഇരുന്നിട്ട് കുറച്ച് നാളായത് എന്റെ കൂടെ വന്നിരുന്നത് എന്റെ ഓപ്പോസിറ്റ് എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ക്യാമറയുടെ ഫ്രണ്ട് ഇരുന്ന് എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഫ്രണ്ടിലിരുന്നു, എനിക്ക് ബാക്കിലിരുന്നു. വെള്ളം കുടിപ്പിച്ചില്ല, മോഡുലേഷൻ ഒക്കെ പാർട്ട് ഓഫ് ദി പ്രോസസ്. നമുക്ക് ഇതിനു മുമ്പേ ആരൊക്കെയോ ഇങ്ങനെയൊക്കെ മറ്റേ ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് പരിപാടി. ഞാൻ നസ്രിയയുടെയും ബേസിലിന്റെയും റീസെന്റ് ഇന്റർവ്യൂല് ബേസിൽ നസ്രിയനെ വിളിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ 4 വർഷം കൂടുമ്പം ഒളിമ്പിക് സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൈക്കിന്റെ ഇപ്പൊ ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് മൈക്കിന്റെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടുപോയപ്പോൾ അതില് മൈക്ക് നസ്രിയയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള 4 ഇയേഴ്സ് കൂടുമ്പം നസ്രിയയുടെ ആദ്യത്തെ മൂവി, സെക്കൻഡ് മൂവി, കല്യാണം, അത് കഴിഞ്ഞിട്ടുള്ള മൂവി റിലീസ് ചെയ്ത് 4 ഇയേഴ്സ് കൂടുമ്പോഴാണെന്നുള്ള, അത് എത്ര വർഷം, ഒരു 5 ഇയേഴ്സ് മുന്നുള്ള ഇന്റർവ്യൂ ആണ്. അന്ന് അത് നോട്ടീസ് ചെയ്തു. പിന്നെ ഇപ്പം ബേസിലാണ് ഇപ്പൊ പറയുന്നത് ഒളിമ്പിക് സ്റ്റാർ 4 ഇയേഴ്സ് കൂടുമ്പോഴാണെന്നുള്ളത്. ലൈക്ക് ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ഒരു ഗസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നു, ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അവരെ പറ്റി പഠിക്കുന്ന കാര്യങ്ങളും ഓക്കെ, ലൈക്ക് ആ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? ശരിക്കും എന്നോടിത് കുറെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ അതിനൊരു ടെക്സ്റ്റ് ബുക്കോ ഒരു ബൈബിളോ ഇങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊരു പരിപാടി തോന്നിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എന്നുള്ളതാണ്. എനിക്ക് സംഭവിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ പിറ്റേ ദിവസം അവരുടെ ഇന്റർവ്യൂ നടക്കാൻ പോവാണ് എന്ന് പറയുന്നത് അറിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ചെയ്യാം എന്ന് നസ്രിയ കൺഫേം ചെയ്യുമ്പോൾ, ആ മൊമെന്റിലൊരു ആന്തൽ വരുമല്ലോ, അയ്യോ നാളെ രാവിലെ 10 മണിക്കാണോ, ഓക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ വൈകിട്ട് 6 മണിയായല്ലോ എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു ടെൻഷന്റെ സമയത്ത് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അന്നേരം കുറച്ചു നേരം ഞാനൊന്ന് എന്തെങ്കിലും എഴുതാനൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇരിക്കാറുണ്ട്, നിർബന്ധപൂർവ്വം ഇരിക്കേണ്ടി വരാറുണ്ട്. ബിക്കോസ് ഇന്റർവ്യൂ ആണ്, എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനു മുമ്പേ നമ്മൾ ഇവരെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കുറെ ഫ്ലാഷ് ഇമേജസ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ. ആ ഇമേജസ് ആണ് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് നേരത്തെ ഒക്കെ നസ്രിയയുടെ ഈ കാര്യം ഞാൻ നേരത്തെ എപ്പോഴോ നസ്രിയ ആ സമയത്ത് തിരിച്ചു വരാൻ പോകുന്നു എന്ന് എന്തോ കൂടെ നിന്നൊരു മൂവി വരുന്നു, നസ്രിയ ആ സിനിമയിൽ വീണ്ടും അഭിനയിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവർ ഈ പറഞ്ഞ പോലെ 4 ഇയേഴ്സ് എല്ലാം 4 വർഷത്തിന്റെ ഒരു കണക്കുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പൊ അത് ശ്രദ്ധിച്ച് കിടന്നത് മറ്റേ സാധനം. ഇത് കഴിഞ്ഞിട്ട് നസ്രിയയെ കൂട്ടേണ്ട സമയത്ത് നസ്രിയയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ, അന്ന് ആക്ച്വലി പുള്ളിക്കാരി ആ ഇന്റർവ്യൂ മാത്രമേ ചെയ്തുള്ളൂ. ആ ഇന്റർവ്യൂ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ നേരത്തെ അത് പ്രിപ്പയർ വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഫാക്ട് ഇങ്ങനെ അറിഞ്ഞു, രസമുണ്ടല്ലോ എന്ന് ആലോചിച്ചിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പിറ്റേ ദിവസം ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ എന്തോ കാര്യത്തിന് അത് ആലോചിച്ചപ്പോൾ അത് എഴുതി വെച്ചു. ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആ ഇമേജസ് ആണ് പ്രിപ്പറേഷൻ. അതപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചില ആളുകൾക്ക് കുറേ ഇന്റർവ്യൂസ് കണ്ട് കുറേ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൊളീഗ്സ് തന്നെ. ചില ആളുകൾക്ക് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ മറ്റേ കണ്ണും പൂട്ടി കയറിയാലും അടിപൊളിയായിട്ട് പരിപാടി ചെയ്യുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടിൻ്റെയും മറ്റേ നടുക്കാം. അതായത് നേരത്തെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊരു നല്ല ഇന്റർവ്യൂ ആക്കാൻ പറ്റാറുണ്ട്. എപ്പോഴും പറ്റാറുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് നമ്മളും ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ച് എങ്ങനെയൊക്കെയോ അവിടെ എത്തും. പിന്നെ ആ കോൺവെർസേഷനിൽ ചിലപ്പോൾ നന്നായിട്ടുമുണ്ട്. അതായത് ഭയങ്കര പ്രിപ്പറേഷനൊന്നും നടത്താത്ത ഇന്റർവ്യൂസും നന്നായിട്ട് വന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ഗസ്റ്റിന്റെ കോൺവെർസേഷൻ, അതാണ് നേരത്തെ പറഞ്ഞ ആ ഓർഗാനിക്കായിട്ടുള്ള കോൺവെർസേഷണൽ ഫ്ലോ നടന്നപ്പോൾ ഭയങ്കര മറ്റേ കുറെ പേപ്പറിൽ ചോദ്യം എഴുതിയൊന്നും ഇല്ല. പക്ഷെ ആ കോൺവെർസേഷൻ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂസ് കണ്ടിട്ട് പഴയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കണ്ടിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കേൾക്കാറുണ്ട്. അയ്യോ ഉണ്ട്, സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നൊരു കാര്യമാണ്. പറയുന്നവരോട് ഞാൻ നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളോടൊരു ഫീഡ്ബാക്ക് പറയുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ പണ്ട് റെഡ് എഫ് എമ്മിന്റെ ഈ പറഞ്ഞ പോലെ റെഡ് കാർപ്പറ്റിന്റെ ടോക്ക് ഷോയുടെ താഴെ വരുന്ന കോമന്റ്സ് ആണെങ്കിലും ഞാൻ വായിക്കും. റിപ്ലൈ ഒഫീഷ്യൽ ഹാൻഡിൽ, കമ്പനിയുടെ ഹാൻഡിൽ ആയതുകൊണ്ട് അവർ റിപ്ലൈ ചെയ്യുന്നത്, ഞാനായിട്ട് റിപ്ലൈ ചെയ്യാറില്ല. പക്ഷേ ഈ നെഗറ്റീവ് കമന്റ്സും എന്ന് വെച്ചാൽ നമ്മളെ വിമർശിക്കുന്ന കമന്റും നമ്മളെ കല്ലുവാരി എറിയുന്ന കമന്റും മറ്റേ ഏറെ കയറ്റുന്ന കമന്റും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്ന് അഡ്രസ്സ് ചെയ്ത് ഒന്ന് അക്നോളജ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പോയി ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് വായിച്ചു എന്ന് ഉറപ്പായിട്ടും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ആ കാലത്ത്. ഇപ്പം ഈ പരിപാടി നിർത്തിയിട്ട് ഈ 1.5 വർഷമായിട്ടും
കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും ചില ദിവസങ്ങളിൽ ഞാൻ പറയാറുണ്ട് യു മെയ്ഡ് മൈ ഡേ എന്ന്. അതായത് ചിലപ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങളൊന്നും നടക്കാതെ ഭയങ്കര ഡെസ്പടിച്ചൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യും. അപ്പോഴെനിക്ക് ആലോചിക്കും പഴയ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സിറ്റുവേഷൻ. അതായത് രാവിലെ ഓഫീസിൽ പോകണം, പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞൊരു കാര്യം കാരണം ബാക്കിയൊന്നും ഡാർക്കിനെയൊക്കെ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പോയി മറ്റേ എന്ന് പറഞ്ഞിട്ടൊക്കെ പഞ്ച് ചെയ്ത് ഓഫീസിലും കയറുമ്പോൾ നമ്മൾ പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് മറ്റേ എഞ്ചിനങ്ങ് ഓടി തുടങ്ങുമല്ലോ. ആ ഒരു പരിപാടി ഇപ്പം ഇല്ല. അപ്പോൾ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്ന ഒരു ദിവസമൊക്കെ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ രാവിലെ ഒരാളുടെ മെസ്സേജ്. അപ്പോൾ ഞാൻ എടുത്ത് ആളെ ചിലപ്പോൾ നേരിട്ട് ഭയങ്കര പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മേലോട്ട് ചാറ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ പ്രൊമോ ഇറങ്ങുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും എപ്പിസോഡ് കണ്ടിട്ടൊക്കെ അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ ഈ പരിപാടി നിർത്തി അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട പോസ്റ്റിൻ്റെ താഴെ ആ ഒരാഴ്ച എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതോ ക്രിസ്മസ്, ന്യൂ ഇയർ അല്ലെ ബർത്ത്ഡേ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ അവർ വീണ്ടും ഞാൻ നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ കാണുകയാണ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് ഒരു ലേഡി എനിക്ക് അയച്ചാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ കാണുകയാണ്, നിങ്ങൾ എന്താണ് ഈ പരിപാടി ഇപ്പോൾ ചെയ്യാത്തത്, ഇത് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഒരു മെസ്സേജ്. ഒരാൾ സമയം എടുത്ത് ഒരു 2 വരി ടൈപ്പ് ചെയ്ത് ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ രാവിലെ 7:30 അയച്ചേക്കുവാണ്. മെയ്ഡ് ബൈ ഡേ ലിറ്ററലി. കാരണം ഭയങ്കര സന്തോഷം തോന്നി. ആളുകൾ ഡിജിറ്റലിൽ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റിനപ്പുറത്തേക്ക് ഒന്നും ഓർത്തിരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പരിപാടി നിർത്തിയിട്ട് 1.5 കൊല്ലമായിട്ടും ആളുകൾ ഓർത്തിരിക്കുന്നു, ഒരു മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ വീണ്ടും ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒപ്പീനിയൻസ് ഇപ്പോഴും വരാറുണ്ട്, എന്തോ ഭാഗ്യത്തിന്. ഇപ്പം ഒരുപാട് പേരും ഇപ്പം മൈക്ക് ആർജായിരുന്ന ടൈമിൽ തന്നെ ആ ഒരു ടൈമിലെ ആർജേസിനൊക്കെ കുറച്ചും കൂടെ ഒരു ഹൈ കിട്ടിക്കൊണ്ടിരുന്ന ടൈമായിരുന്നു. ഇപ്പോഴത്തെ ആർജേസിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര റീച്ചോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ കുറവാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം ആ കാലത്തുണ്ടായിരുന്ന പല ആർജേസിനും ഇപ്പം നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ കാണുന്നുണ്ട്. പല ഓൺലൈൻ മീഡിയയിലായിട്ട് ആങ്കേഴ്സ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം മൈക്ക് ആ ഒരു രീതിയിൽ ചിന്തിച്ചിരുന്നു RJ ടു ഒരു ഡിജിറ്റൽ മീഡിയയിലെ ഒരു ആങ്കർ ആയിട്ട്? അതായത് ഈ ആങ്കർ എന്ന് പറഞ്ഞ പരിപാടി ഇപ്പം ഞാൻ നേരത്തെ ഈ RJയിങ്ങിന് മുമ്പേ TV BJ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഈ RJയിങ് ആണെങ്കിലും BJയിങ് ആണെങ്കിലും TV ഷോ ഹോസ്റ്റ് ആണെങ്കിലും ടോക്ക് ഷോ ഹോസ്റ്റ് ആണെങ്കിലും ഡിജിറ്റലിലെ ഹോസ്റ്റ് ആണെങ്കിലും എനിക്കിതെല്ലാം ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വർക്ക്സ് എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള സാധനം. എന്നാൽ ബിഹൈൻഡ് ദ ക്യാമറ സാധനം ഞാൻ അങ്ങനെ അധികം വർക്ക് ചെയ്തിട്ടില്ല. ചാനലിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തതും റേഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ കുറച്ച് വർക്ക് ചെയ്തതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ബിഹൈൻഡ് ദ ക്യാമാണ്. അപ്പോൾ എനിക്ക് ഡിജിറ്റൽ ഹോസ്റ്റ് എന്നൊരു സെപ്പറേഷൻ ഇല്ല. ഞാൻ നേരത്തെ റേഡിയോ വർക്ക് ചെയ്യുമ്പോൾ ഡിജിറ്റലിൽ ഹോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ടൊരു സാധനം ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് ഹോൾ ഡിജിറ്റലിലെ ഈ പ്രോസസ്സേ ഇഷ്ടമാണ്. അതിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഹൈൻഡ് ദ ക്യാം കുറേ പരിപാടികളാണ്. ആ പരിപാടികൾ രസമുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് അങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള പരിപാടി ആയതുകൊണ്ട് അത് പിടിക്കുക. ഈ ആർജേസിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്, നേരത്തെ ആർജേസിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ് ഇപ്പോഴത്തെ ആർജേസിന് കിട്ടുന്നില്ല. അതിന്റെ ഒരു റീസൺ എപ്പോഴും ഏറ്റവും ആദ്യം, അതായത് ഞാനൊക്കെ റേഡിയോയിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആർജേസ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവെ കേരളത്തിൽ ഇപ്പോൾ റെഡ് FM പറയുകയാണെങ്കിൽ തന്നെ 5 സ്റ്റേഷൻസിൽ ഒരു സ്റ്റേഷനിൽ 5-6 RJs വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 25-30 RJs ഒരു ബ്രാൻഡിന് തന്നെ ഉണ്ട്. അങ്ങനെ മറ്റ് കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്സും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 100 മേളിൽ RJs ഉണ്ട് കേരളത്തിൽ. അപ്പോൾ റേഡിയോ ഡിജിറ്റൽ വരുന്നതിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിലും അതിലൊരു 5 പേരോ 6 പേരോ ആണ് പോപ്പുലർ ആയിട്ടുള്ളവർ. ഡിജിറ്റൽ വന്നപ്പോഴും ഇത് ഈ പറഞ്ഞ പോലെ ഒരു 5-6 പേരാണ് പോപ്പുലർ ആയിട്ടുള്ളത്. പക്ഷേ ഡിജിറ്റലിൻ്റെ ഇന്നത്തെ ഭൂമിയിൽ സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ ഈ RJ VJ എന്ന് പറയുന്ന ഡിഫറൻസോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഹോസ്റ്റ് എന്ന ഡിഫറൻസോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പകരം പുതിയ ആളുകൾ ഓരോ നിമിഷവും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആസ് എൻ ആങ്കർ ആയിക്കോട്ടെ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, ആസ് എ ക്യൂറേറ്റർ ആയിക്കോട്ടെ, പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലായിരുന്നു, നമ്മളിപ്പോൾ ഒരു ദിവസത്തെ ഇൻസ്റ്റഗ്രാം റീൽസിൽ അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന ബ്ലോഗറുടെയോ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്ററുടെയോ കോണ്ടന്റ് മാത്രമല്ല പുതിയ ആരുടെയൊക്കെയോ കോണ്ടന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ ഇതിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞ സാധനം കുറച്ച് സ്പ്രെഡായി പോയിട്ടുണ്ട്. അതായത് ഒരുപാട് ആളുകളെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ ഫോളോ ചെയ്യില്ലല്ലോ. നമ്മളൊക്കെ അവരെ കാണുന്നു, ഇവരെ കണ്ട് ഇഷ്ടപ്പെടാനുള്ള സമയമില്ല, അതിനുവേണ്ടി അടുത്ത ആളെ കാണുക, മനസ്സിലായി. അപ്പോൾ അന്ന് മേ ബി ഈ RJs ആയിക്കോട്ടെ VJs ആയിക്കോട്ടെ ഇത്രയും ഫേസസ് വരുന്നില്ലാത്തത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് അന്ന് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ന് ആ അഡ്വാൻറ്റേജ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. മൾട്ടിപ്പിൾ ഫേസസ് ഓരോ നിമിഷവും ഓരോ ദിവസവും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളത് കൊണ്ട് എനിക്കിതിനകത്ത് മനസ്സിലായ കാര്യത്രേ ഉള്ളൂ. അന്നും ഇന്നും സർവൈവൽ ഒരു ഷോ ഹോസ്റ്റിനായിക്കോട്ടെ ഒരു ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിക്ക് സർവൈവൽ എന്ന് പറയുന്നത് മറ്റേ ഡു ഓർ ഡൈ.
മറ്റേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഈ ഇൻഡസ്ട്രി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ നന്നായിരുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നിങ്ങൾ ഇന്ന് കൊള്ളാമോ, നാളെ നിങ്ങൾ ഇതിലും അടിപൊളിയാകുമോ എന്ന് പറയുന്നതിനാണ് പ്രസക്തി. അപ്പോൾ നിങ്ങൾ കിടിലമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ ഏത് കാലത്തും നിങ്ങൾ പോപ്പുലർ ആവുകയും, നിങ്ങൾ ആവറേജ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ എല്ലാ കാലത്തും ആവറേജ് ആയിട്ട് പോവുകയും, നിങ്ങൾ ഒന്നും പെർഫോം ചെയ്തില്ലെങ്കിൽ ആ പരിപാടി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്യും എന്ന് പറയുന്ന ബേസിക് നയം ഈ ഇൻഡസ്ട്രിയിൽ കുറച്ചധികം ആപ്ലിക്കബിൾ ആണ്. കാരണം നമ്മൾ ഷോ ബിസിനസ്സിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതാണ് കാരണം. ഒരുപാട് മൾട്ടിപ്പിൾ ഫേസസ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് അധികം പേര് പോപ്പുലർ ആവാത്തത്. ഇന്ന് നല്ല പണിയെടുക്കുന്നവരൊക്കെ പോപ്പുലർ ആവുന്നേ. ഈ ആർജെ ആവുന്നതിന്റെ ഒരു പ്രോസസ്സ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പറയാം. ബേസിക്കലി എനിക്കും ധാരണയില്ലായിരുന്നു കേട്ടോ. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം എന്നോട് കുറെ പേര് ചോദിച്ചേട്ടാ എങ്ങനെ ആർജെ ആവുക, എനിക്ക് പരിപാടി ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോടെല്ലാം സ്ഥിരം ടൈപ്പ് ചെയ്യുന്ന അയക്കുന്ന കോപ്പി പേസ്റ്റ് അല്ല കേട്ടോ, ഞാൻ സ്ഥിരം ടൈപ്പ് ചെയ്യും. എനിക്ക് പക്ഷേ ആ പാരഗ്രാഫ് മറ്റേ ഭയങ്കര മനപ്പാടമാണ്. കാരണം ഞാനത് അങ്ങനെയാണ് പറയുന്നത്. വെറുതെ അല്ല. കോണ്ടാക്ട് ഓൾ FM സ്റ്റേഷൻസ് ഇൻ ടൗൺ, ആസ്ക് ഫോർ എൻ ഓഡിഷൻ. ഇഫ് യു ഗെറ്റ് എൻ ഓഡിഷൻ, പ്രിപ്പയർ വെൽ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു. ഗ്ലോബലി നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഓഡിഷൻ കൊടുക്കുക. നിങ്ങൾക്കതിന് ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് കൂടെ അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്നോട് ആർജെ ആവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറ്. അതിൻ്റെ കാരണം എനിക്ക് ഈ പറഞ്ഞ അറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ് ഈ പരിപാടിയിൽ എത്തേണ്ടത്, അല്ലെങ്കിൽ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താ. ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് TV-ലൊക്കെ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു പരിപാടിയില്ല. അപ്പോൾ എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. ഇതിൻ്റെ പ്രോസസ്സ് ബേസിക്കലി അന്ന് നടന്നുകൊണ്ടിരുന്നത് ഒരു വോയിസ് ടെസ്റ്റ് തുടങ്ങും. അതായത് നിങ്ങളുടെ ശബ്ദം എത്രത്തോളം ഈ പറയുന്ന ഇത്തരം മൈക്സിലൂടെ കടന്ന് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ, നാട്ടുകാർ കേൾക്കുന്ന പരുവത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ ശബ്ദം എത്രത്തോളം നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ട്, ശബ്ദം കൊള്ളാമോ ഇല്ല, ശബ്ദം തെറ്റായ ഒരു ധാരണ ആളുകൾക്കുണ്ട്. ഭയങ്കര നല്ല ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ആർജെ ആവാൻ പറ്റൂ. അങ്ങനെ ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നതാണേലും എല്ലാം ഭയങ്കര നല്ല സൗണ്ട് ആയിരിക്കുമല്ലോ എല്ലാം. പക്ഷെ എനിക്ക് തോന്നിയത് അത് നല്ല ശബ്ദം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരവരുടെ ശബ്ദത്തെയും അവരുടെ വോയിസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചവരാണ്. ആ മോഡുലേഷൻ, ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതിലെ കയറ്റ ഇറക്കം, അതിലെ പറയുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ ആ പറയുന്ന ഡാറ്റനെ, ആ സബ്ജക്റ്റിനെ, ആ ഫാബ്രിക്കിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന രീതി, അതനുസരിച്ചിട്ടാണ് നമുക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ശബ്ദം മാത്രമല്ല എലമെൻറ്റ്, പകരം അത് എങ്ങനെ പറയുന്നു, അത് നിങ്ങൾ എന്ത് മോഡുലേഷനിൽ എന്ത് സ്ട്രെസ് വേർഡ്സിനൊക്കെ കൊടുത്ത് പറയുന്നു, നിങ്ങളുടെ വൊക്കാബുലറി എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ടോട്ടലി ആ ആർജെ കൊള്ളാം എന്ന് തോന്നുന്നത്. അപ്പോൾ ശബ്ദത്തിന് അതിനകത്തൊരു 20% 25% കൂടുതൽ ഭയങ്കര നല്ല ശബ്ദമൊന്നും അല്ലാതെ അടിപൊളി ആർജേസ് കേരളത്തിലുണ്ട്. എൻ്റെ സുഹൃത്തുക്കളോട് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ശബ്ദമല്ല എലമെൻറ്റ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ശബ്ദമാണെന്നാണ്, പക്ഷേ ശബ്ദമല്ല. പക്ഷേ ഈ വോയിസ് ടെസ്റ്റ് ആദ്യം നടത്തുമ്പോൾ ഈ പറഞ്ഞ ശബ്ദവും അവർ ചെക്ക് ചെയ്യും, എങ്ങനെയുണ്ട് നിങ്ങളുടെ ശബ്ദം, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ശബ്ദത്തിനെ കൺട്രോൾ ചെയ്ത്, ശ്വാസത്തിനെ കൺട്രോൾ ചെയ്ത് ബ്യൂട്ടിഫുള്ളി മോഡുലേറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നു. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് എത്രത്തോളം ധാരണയുണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി എന്ന് പറയുന്നതാണ് മറ്റൊരു അവർ ചെക്ക് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. ഒരു ഓഡിഷനിൽ അല്ലെങ്കിൽ ഒരു ആർജെ ഹണ്ടിൽ ഒരു ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. മറ്റൊന്ന്, ടെക്നിക്കലി നിങ്ങളിത് പഠിച്ചിരിക്കുന്നത്. അതായത് ഒരു ആർജെ സംബന്ധിച്ചിട്ട് റേഡിയോ സ്റ്റേഷനിൽ ഇത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഈ ടെക്നിക്കലി കുറേ എക്യുപ്മെൻറ്റുകൾ ഹാൻഡിൽ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ സംസാരിക്കുകയും അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു മെഷീൻ ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ടെസ്റ്റ് കൂടെ അവർ ഒന്ന് നടത്തി, അല്ലെങ്കിൽ അത് നമ്മൾ വീക്കാണെങ്കിൽ കുറച്ച് ട്രെയിനിങ് കൂടെ തരും. ഇതൊക്കെ കഴിഞ്ഞാൽ ആർജെ ആയി എന്ന് പറയാം. പക്ഷേ അങ്ങനെ ആർജെ ആയിട്ട് കാര്യമുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ പിന്നാണ് യഥാർത്ഥ ഗ്രൈൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് പിന്നെ നമ്മൾ പണിയെടുത്ത് തുടങ്ങണം. അതായത് നമ്മളെ നാട്ടുകാർക്ക് കേൾക്കേണ്ട ഒരാവശ്യമില്ല. അവർ ഡ്രൈവ് ചെയ്യുകയോ അവരവരുടേതായ എന്തോ പാസീവ് മീഡിയമാണ് ഒരു പരിധി വരെ റേഡിയോ. അതായത് അവർ വേറെന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. അവർ ഡ്രൈവ് ചെയ്യാണ്, അല്ലെങ്കിൽ അവർ വേറെന്തോ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് റേഡിയോ ഫോണിൽ പ്ലേ ചെയ്തേക്കാണ്. ഇപ്പോൾ റേഡിയോ അങ്ങനെ റേഡിയോ ആയിട്ട് ട്യൂൺ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ആളുകൾ നമ്മളെ കേൾക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ. നമ്മൾ വളരെ നന്നായിട്ട് തന്നെ പറയണം. ആ പറയുന്നത് എന്താണ്, എങ്ങനെ പറയുന്നു, ആര് പറയുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് പാസീവായിട്ട് ഇരിക്കുമ്പോൾ അവർ കേൾക്കണമെങ്കിൽ നമ്മൾ പറയുന്നതിലൊക്കെ അവർക്ക് മനസ്സിൽ ഇമേജസ് വരണം. നമ്മൾ ഈ പറയുന്നത് വോയിസ് മാത്രം കേൾക്കുക. ആ വോയിസ് മാത്രം കേൾക്കുമ്പോൾ ആ പറയുന്നൊരു കഥ ഇമേജസ് പോലെ, നറേഷൻ കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നിയാൽ ഇത് വർക്കാവും. അതായത് അവരൊന്ന് കേൾക്കും. ഇതില്ലാത്ത പക്ഷം അടുത്ത പരിപാടിയിലോട്ട് ട്യൂൺ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മൊബൈലിൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ നേരെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഈ റെഡ് എഫ്എമ്മിൽ ചെന്ന് ഫസ്റ്റ് ചെയ്ത ഷോ ഏതായിരുന്നു? റെഡ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് റെഡ് എഫ്എമ്മിൻ്റെ ഈവനിങ് പ്രൈം ടൈം ഷോ. അപ്പോൾ ആ ഷോ ഡെയിലി ഷോയാണ്, മൺഡേ ടു ഫ്രൈഡേ. ഇപ്പം ഞാൻ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ കുറേ പേർക്ക് ഇപ്പോഴും അതിനെപ്പറ്റി ധാരണയില്ല. അതായത് ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് റെഡ് എഫ്എമ്മിൻ്റെ ഒരു സെലിബ്രിറ്റി ടോക്ക് ഷോ സെഗ്മെൻ്റ് ആണ്. അത് സാറ്റർഡേ സൺഡേ റേഡിയോയിൽ എയർ ചെയ്യുന്ന, ഡിജിറ്റലിൽ സാറ്റർഡേ വൈകിട്ട് വരുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ
പിടിച്ചാണ്. എൻ്റെ റേഡിയോ സെഗ്മെന്റ് നേരത്തെ അത് ഡിജിറ്റൽ ഞാനാണ് കുറച്ചുകൂടെ അതിനെ കണ്ടിന്യൂസ്ലി ചെയ്തത്. അപ്പോൾ ഇത് കൂടാതെ റേഡിയോയെ സംബന്ധിച്ചിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ലൈവ് ഷോസ് ഉണ്ട്. അതാണ് റേഡിയോയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതൊരു വീക്കെൻഡ് മാത്രം വരുന്ന ഒരു 3 മണിക്കൂർ സെഗ്മെന്റ് മാത്രമാണ്. അപ്പോൾ ആ ഷോ ആണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഷോ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചത്. പിന്നെ അങ്ങോട്ടൊരു ഓട്ടോ ആയിരുന്നു. ഫുൾ ഓട്ടം. അതെ.